മനുഷ്യരുടെ മനസ്സിലെ വിശ്വാസത്തെയും അതുപോലെ തന്നെ അവന്റെ പണത്തെയും പോക്കറ്റടിക്കുന്ന ദുർബലപ്പെടുത്തുന്ന തെമ്മാടികൾ ലോകത്ത് ഏറെ പ്രചാരത്തിലിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതിൽ മതഭേദമില്ല. കണിയാന്മാരിയെന്നും ഗണിതക്കാരിയെന്നും ജ്യോത്സ്യന്മാരെന്നും അതുപോലെ തന്നെ മറ്റേതെങ്കിലും പേരിട്ടുകൊണ്ടോ അതല്ലെങ്കിൽ തങ്ങന്മാരെന്ന പേരിട്ടുകൊണ്ടോ അതല്ലെങ്കിൽ ഞങ്ങൾ ഔലിയാക്കളാണെന്ന ബോർഡ് വെച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ബീവിമാരെന്ന ബോർഡ് വെച്ചുകൊണ്ടോ ഏത് രൂപത്തിലാണ് ഈ തട്ടിപ്പ് നടത്തുന്നതെങ്കിലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതീവ ഗുരുതരമായ ഒരു കാര്യമാണത്. വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ടുന്ന ഒരു പ്രശ്നമാണത്. ഇന്നത് ഒരു സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, ആഗോള വ്യാപകമാവുകയാണ് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ. പണം കിട്ടുമെന്ന് കണ്ടാൽ ചാനലുകൾ മുഴുവനും അതിന്റെ പിന്നാലെയാണ്. കേരളത്തിൽ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ആൾദൈവ വേട്ടയുണ്ടായിരുന്നു. അതിനെപ്പറ്റി വലിയ ഫീച്ചറുകൾ ഉണ്ടായിരുന്നു പത്രങ്ങളിൽ. വലിയ രൂപത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പലരെയും പിടിച്ചു കെട്ടും എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങിയിരുന്നു. ആരെയും ഇപ്പോൾ കാണുന്നില്ല. അതേ നമ്മൾ പറഞ്ഞു, ഇത് ചിലർക്ക് ചില രാഷ്ട്രീയ ലാഭങ്ങളാണ്, ചിലർക്ക് ചില താല്പര്യങ്ങളാണ്. ആ താല്പര്യങ്ങൾ നേടിയെടുക്കുമ്പോൾ അവരത് അവസാനിപ്പിച്ചിരിക്കും. അവിടെയാണെന്ന് നമ്മുടെ സമൂഹമുള്ളത്. പക്ഷേ സർവ്വ ചെകുത്താന്മാരും താൽക്കാലികമായി മാളത്തിലൊളിഞ്ഞ സകല ചെകുത്താന്മാരും പൂർവോപരി ശക്തിയോടുകൂടി വെളിച്ചത്തേക്ക് വന്നുകൊണ്ട് വിശ്വാസികളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് പാവങ്ങളുടെ ഈമാനിനെ പോക്കറ്റടിച്ചുകൊണ്ട് സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രചാരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, നാം മനസ്സിലാക്കുക, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ പോലെ അറിയുന്ന ഒരാളുണ്ടെന്ന് വിശ്വസിച്ചാൽ, അള്ളാഹിനെ പോലെ അറിവുള്ളവരുണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമികമായിട്ട് അവന് സ്ഥാനമില്ല. അല്ലാഹു റബ്ബുൽ ആലമീനിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള ധാരാളക്കണക്കിന് പ്രവാചകന്മാർ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠന്മാരായ 5 ആളുകളെ നാം എണ്ണി പറയുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മഹാനായ ഖാതമുൽ അംബിയ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉലുൽ അസ്മുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അവരിലും ശ്രേഷ്ഠനാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മഹാന്മാരായ പ്രവാചകന്മാർക്ക് പോലും ഭാവിയെ സംബന്ധിച്ച് പ്രവചിക്കാനായിട്ടില്ല. അവര് പല മറഞ്ഞ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അവർ പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ അത് പറയുന്നു, ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ. ആലിമുൽ ഗൈബി, അദൃശ്യം അറിയുന്നവനാകുന്നു അല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാഹയാണ് മറഞ്ഞ കാര്യം അറിയുന്നവൻ. അല്ലാഹുവിന്റെ ഇൽമെന്ന് പറയുന്നത് അതിന് പരിധികളില്ലാത്ത അറിവാണ്. ഏത് കാലവും അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ്. കഴിഞ്ഞ കാലമെന്നോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലമെന്നോ വരാനിരിക്കുന്ന ഭാവി കാലമെന്നോ ഈ 3 കാലത്തെ സംബന്ധിച്ചുള്ള അറിവും അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവന് ഒരുപോലെയാണ്. അതാണ് അല്ലാഹുവിനെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കുന്നു. അവൻ അലീമാണ്, ത്രികാലജ്ഞാനിയാണ്. ഏത് കാര്യങ്ങളും അവൻ ഒരുപോലെ. ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും ഒക്കെ ഒരുപോലെ അറിയുന്നവനാണ് അല്ലാഹു. ആ ഒരു പ്രത്യേകമായ പദവി അവനേറെ ഇഷ്ടപ്പെട്ട അമ്പിയാക്കൾക്ക് പോലും അല്ലാഹു വെച്ചു കൊടുത്തിട്ടില്ല. ഒരു നബിയെ കുറിച്ചും ഖുർആനിൽ ആലിമുൽ ഗൈബ് എന്ന് പറഞ്ഞിട്ടില്ല, അല്ലാമുൽ ഗുയൂബ് എന്ന് പറഞ്ഞിട്ടില്ല, ആലിമുൽ ഗൈബി വശഹാദ എന്ന് പറഞ്ഞിട്ടില്ല, അലീമും ബിദാത്തിസ് സുദൂർ എന്ന് പറഞ്ഞിട്ടില്ല. ഒരൊറ്റ പ്രവാചകനെ കുറിച്ച് അത് പറഞ്ഞിട്ടില്ല. അത് അല്ലാഹു റബ്ബുൽ ആലമീനിന് മാത്രം സിഫത്തുൻ യഖ്തസ്സു ബിഹി, അവന് മാത്രം പ്രത്യേകമായ വിശേഷണമാണത്. അതിൽ അവൻ മറ്റൊരാൾക്കും പങ്കു കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പ്രവാചകന്മാർ ഭാവിയെ സംബന്ധിച്ച് പ്രവചിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നിട്ടില്ലാത്ത ഭൂതകാലത്തെ സംബന്ധിച്ച് അവിടുന്ന് എങ്ങനെ പറഞ്ഞു തന്നു? വരാൻ പോകുന്ന സ്വർഗനരകങ്ങളെ കുറിച്ച് അവിടുന്ന് എങ്ങനെ പറഞ്ഞു തന്നു? അന്ത്യനാൾ വരെ സംഭവിക്കാനിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പറഞ്ഞു തന്നു?
എങ്ങനെ പറഞ്ഞു തന്നു? ഖുർആൻ പറയുന്നു, ആലിമുൽ ഗൈബി, അല്ലാഹയാണ് അദൃശ്യങ്ങൾ അറിയുന്നവൻ, ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി, അവന്റെ അദൃശ്യങ്ങളുടെ മേൽ അവൻ വെളിപ്പെടുത്തി കൊടുക്കുന്നതല്ല, അഹദാ, ഒരാൾക്കും തന്നെ അവൻ വെളിപ്പെടുത്തി കൊടുക്കുന്നതല്ല, ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ, അവൻ തൃപ്തിപ്പെടുന്ന ദൂതനല്ലാതെ. അല്ല തൃപ്തിപ്പെടുന്ന പ്രവാചകന് അല്ല ഉദ്ദേശിക്കുന്ന കാര്യങ്ങളങ്ങ് വഹയിലൂടെ അറിയിച്ചു കൊടുക്കുമ്പോ ആ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പ്രവാചകന്മാര് അറിയുന്നു. അവരത് ഈ സമൂഹത്തോട് പറയുന്നു. വഹയി കിട്ടാത്ത കാര്യങ്ങളിൽ പ്രവാചകന്മാർക്കും മറഞ്ഞ കാര്യങ്ങൾ അറിയാനോ മനസ്സിലാക്കാനോ സാധിച്ചിട്ടില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഖുൽ, അല്ലാഹു റബ്ബുൽ ആലമീൻ പ്രവാചകരടക്കമുള്ളവരോട് പറയുന്നു, ഖുൽ, നബിയേ പറയൂ, ലാ അഖൂലു ലക്കും ഇൻദീ ഖസാഇനുല്ലാഹി വലാ അഅലമുൽ ഗൈബ, നബിയേ പറയൂ, ഞാൻ അല്ലാഹുവിന്റെ ഖജനാവുകളൊക്കെ എന്റെ പക്കലാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. വലാ അഅലമുൽ ഗൈബ, മറഞ്ഞ കാര്യങ്ങൾ ഞാൻ അറിയുമെന്നും നിങ്ങളോട് പറയുന്നില്ല. എനിക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അവിടുന്ന് തന്നെ പ്രഖ്യാപിക്കുന്നു, വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു കൊടുത്തത് പ്രവാചകൻ പറയുന്നു, വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്തർതു മിനൽ ഖൈരി വമാ മസ്സനിയസ്സൂ, വലൗ കുന്തു അഅലമുൽ ഗൈബ, എനിക്കെങ്ങാനും അദൃശ്യ കാര്യങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഞാൻ മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളായിരുന്നുവെങ്കിൽ, ലസ്തക്തർതു മിനൽ ഖൈരി, നന്മയിൽ മാത്രം ഞാൻ അധികരിപ്പിക്കുമായിരുന്നു, വമാ മസ്സനിയസ്സൂ, ഒരാപത്തും എന്നെ ബാധിക്കില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധത്തിൽ ശത്രു കുഴിച്ച ചതിക്കുഴിയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വീണു. അവിടുത്തെ നെറ്റിയിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകി. ശത്രു കുഴിച്ച ചതിക്കുഴി തൻ മുമ്പിൽ, അത് ശത്രു തനിക്ക്